34 കോടി രൂപ. അത് നമ്മുടെ മലയാളികൾ, നമ്മൾ ഒരുപക്ഷെ ലക്ഷങ്ങൾ ഒരുമിച്ച് കാണാത്ത ആൾക്കാരാണ് പലരും. അവരും ഈ പറഞ്ഞ 10ഉം 50ഉം 100ഉം ഒക്കെ കൊടുത്ത് 34 കോടി 2 ദിവസങ്ങൾക്കുള്ളിൽ ആക്കിയത്. അബ്ദുറഹീമിന്റെ വിമോചനത്തിന് വേണ്ടി ലോകത്തിന്റെ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരൊക്കെ പിരിച്ചു കൊടുത്ത കാശാണത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 34 കോടി രൂപ പിരിക്കാൻ ഇതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ ഒരു ആപ്പ് ഉണ്ടാക്കി ശ്രമിച്ചപ്പോൾ ഒരുപക്ഷെ അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഏതൊരു ചെറിയ രീതിയിൽ ഒതുങ്ങിപ്പോണ്ട ഒരു സംഭവം മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതിന് വലിയാതൊരു സ്ഥാനം വഹിച്ച ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ തന്നെ ശരിക്കും ഒരു ഓളായി. ഒരുപാട് ആൾക്കാർ അറിഞ്ഞു, കൊടുക്കണം എന്ന് തോന്നി. അതിനുശേഷം ഒരുപാട് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി ഇറങ്ങുകയും സാധനം ഓളായി 34 കോടി ദിവസങ്ങൾക്കുള്ളിൽ പിരിച്ചെടുത്തുന്നുള്ള സത്യം നമുക്ക് അഭിമാനിക്കാതിരിക്കാൻ പറ്റില്ല. മലയാളികൾ പൊളിയാണെന്ന് എല്ലാവരും പറയുന്നത്, ഞാൻ 100 വട്ടം പറയുന്നത് മലയാളികൾ പൊളിയാണ് പൊളിയാണ് പൊളിയാണ്. പക്ഷേ ഇതെല്ലാം വരും തന്നെ പിന്നെ നമ്മൾ കാണുന്നത് ബോച്ചി എന്നൊരാളെ ചുറ്റിപ്പറ്റി മാത്രം ഒരു PR വർക്ക് പോലും ഇങ്ങനെ നടക്കുകയാണ്. പല ആൾക്കാരും ബോച്ചി അതാണ് ബോച്ചി അത്. ഓക്കെ, ബോച്ചി ചെയ്യുന്ന നല്ല കാര്യം തന്നെ. ബോച്ചിന് മാത്രമല്ല, അതിലൂടെ ഒരുപാട് ആൾക്കാരോട് ശ്രമിച്ചിട്ടുണ്ടെന്ന് കാര്യം ആലോചിക്കണം. ബോച്ചി പക്ഷെ അതൊന്ന് ഉഷാറാക്കാൻ വല്ലാത്തൊരു ശ്രമം നടത്തി അദ്ദേഹം. കോടീശ്വരനായ ആൾക്ക് ആവശ്യമൊന്നുമില്ല, വീടിനകത്ത് ഇരുന്നത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുകയും അതൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുപോയി നമ്മൾ ചിന്തിച്ച കാര്യം അയാൾ ബിസിനസ്സുകാരനാണ്, അത് അയാൾക്ക് ഗുണമുണ്ടോ, ഓക്കെ, അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ കൊണ്ട് വല്ലാത്തൊരു PR വർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിൽക്കുകയാണ്. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, നിങ്ങൾ ആരെങ്കിലും ഒരു തരിയെങ്കിലും സ്വർണ്ണാഭരണം വാങ്ങുന്നുവെങ്കിൽ ഇനി മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ പോയി മാത്രമേ വാങ്ങാവൂ. ഇദ്ദേഹത്തിന്റെ ബിസിനസ് വിജയിപ്പിക്കുന്നത് മലയാളികളുടെ ബാധ്യതയാണ്. ഈ മനുഷ്യത്വമുള്ളവനോട് ഇഷ്ടം. ഇങ്ങനെ ഒരാളല്ല, പല രീതിയിൽ ചെറിയതും വലുതുമായ ഷോർട്സ് ഒക്കെ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്കൊരു ഒരാൾ നന്മ ചെയ്യുന്ന നന്മയുള്ള ആൾക്കാരാണ്. പുള്ളി ചാരിറ്റിയും കാര്യങ്ങൾ, ഫാൻസ് അസോസിയേഷൻ ചാരിറ്റിയൊക്കെ ഉള്ള ആളാണ്. ചാരിറ്റിയിലൂടെ ബിസിനസ് ഉണ്ടാക്കുന്ന പുള്ളി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനോട് മെച്ചമുണ്ട്, കാര്യമുണ്ട്, അതിലൊന്നും നിഷേധിക്കാനില്ല. ഓരോരുത്തർ ഇപ്പോൾ പല രീതിയിലും സ്വന്തം പണിക്കാർക്ക് പോലും മര്യാദ ശമ്പളം കൊടുക്കാത്ത ആൾക്കാരുള്ള സമയത്ത് അതിന്റെ ഒരു വരുമാനത്തിന് ഒരു അംശം കൊടുത്തിട്ട് അതുകൊണ്ട് ബിസിനസ് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പറയാൻ കാരണം അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നി, സ്വാഭാവികമാണ്, കുഴപ്പമില്ല. അത് പുള്ളി അങ്ങനെ നമ്മൾ ഒരുപാട് രീതിയിൽ ബോച്ചനെ വിമർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോഴും ചില കാര്യം നമുക്ക് അത് എതിർപ്പുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ ബോച്ചനെ ഈ കാര്യത്തിൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇന്നലെ പുള്ളി ഇത് പറഞ്ഞ പോലെ തന്നെ എന്തിലൊക്കെ ചെയ്തപ്പോൾ ഈ കുളമാക്കണ ഒരു പരിപാടിയുണ്ട്. ഇന്നലെ ഒരു പ്രസ് മീറ്റ് എടുത്തണം, അതിന് പറഞ്ഞേക്കാം. പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒരു സിനിമ പിടിക്കണം അത്രേ. കഴിഞ്ഞ 18 വർഷമായി സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ ഈ തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ലക്ഷ്യമിടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ മലയാളികളുടെ ഐക്യം, അവരുടെ ആ വിൽ പവർ, കൂട്ടായ്മ, വികാരം. മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം അവിടെ മലയാളിയെ അവിടെ തലറക്കുന്നു എന്നുള്ള ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ്. ലോകം കണ്ടതാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. അപ്പോൾ മലയാളിയുടെ ആ ഒരു നന്മ, ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകണം. ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ട് അത് ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്, സിനിമ പിടിക്കുന്ന ബിസിനസ് അല്ല എന്നാണ് പറയുന്നത്. ഇനി കേൾക്കാം. ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദിവസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും. ദിവസേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ പല പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ 25 വർഷമായി ചെയ്തു വരുന്ന പ്രവൃത്തി ഇപ്പോൾ പുതിയതായിട്ട് ബോച്ചെ ടീ ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ലഭിക്കുന്നത് ദിവസേന നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് നല്ല കാര്യം. ചാരിറ്റി നല്ല കാര്യമാണ്. ഒരുവിധം എല്ലാ ആൾക്കാർക്കും പല സെലിബ്രിറ്റികൾക്ക് വരെയും ചാരിറ്റി ഉണ്ട്, നല്ല കാര്യം. അതിനെ നമ്മളൊന്നും കുറ്റം പറയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അവസാനം പറഞ്ഞ ബോച്ചെ ടീ ലക്കി ഡ്രോ, നമുക്ക് അതിലേക്ക് കിടക്കാം. ഇത് വന്നതിന് ശേഷം എനിക്കിത് കേട്ടപ്പോൾ ഒരു ഇത് തോന്നി. സ്വാഭാവികം, നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പോലെ ഈ പറഞ്ഞ PR വർക്ക് പോലത്തെ പരിപാടി കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. ഇതിൻ്റെ ഇടയിൽ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് ഇത് സംഭവം ശരിയാണ്. ആൾക്കാർ പറയുന്നു ബോച്ചെ കുറച്ച് വിലയൊക്കെ കിട്ടിയതാ, അത് കളയല്ലേ, വാങ്ങടച്ച് ഊരി മൗനം വിദ്വാനുഭൂഷണം, വില കളയല്ലേ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചെന്ന് രക്ഷപ്പെടുത്തിയ ആ പാവം മനുഷ്യനെ ഇനി കച്ചവടം ചെയ്യരുത് പ്ലീസ്. ഇത് ബോച്ചെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ബോച്ചെ ചെയ്ത കാര്യം ഇതുവരെ കൈയടിച്ച ആൾക്കാർ അതൊരു വിറ്റ്, എല്ലാവരും ചോർക്കത്തിൽ നിന്നല്ല വന്നത്. ഒരു പരിധിക്കുള്ളിൽ ഇതിനെ വിറ്റ് കാശാക്കാനൊക്കെ പോകുമ്പോൾ
വല്ലാത്തൊരു അലോസരം അതാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ഓവറാക്കി ചളമാക്കല്ലേ, PR വർക്കാണോ അല്ലെങ്കിൽ ഓവറാക്കല്ലേ, ചെയ്ത കാര്യത്തിൻ്റെ നന്മ മുഴുവൻ കൊണ്ടുപോയി കളയാനാണോ പരിപാടി? വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കുടം ഉടച്ചു കളയുന്ന പോച്ചു ഒരുപാട് കമ്പനികൾ വന്നു. ഒരു നല്ല കാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ ഇയാൾ വെറും ബലൂണാണെന്ന് അധികമായി നമ്മൾ മനസ്സിലാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തർ പല രീതിയിലും പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു ചിന്തിച്ച പോലെ തന്നെ പുള്ളിയുടെ പഴയ വെച്ച കാര്യങ്ങൾ വെച്ച് തന്നെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കും. ആദ്യം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും, പിന്നെ ഇയാൾ കാണുമ്പോൾ PR വാക്ക് അതുപോലെ ചെയ്യണ ഇയാളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഈ ചാരിറ്റി വെച്ച് ബിസിനസ് ഉഷാറാക്കുന്ന ആ ഒരു മൈൻഡ്. ഉദാഹരണമായിട്ട് ഇദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ യൂസഫ് അലി ആണെങ്കിലും പല രീതിയിലും അവർ ഈ പറയുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് ബിസിനസ് സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊന്നും തെറ്റില്ല, അത് കൊടുക്കാൻ ഒരു മനസ്സ് വേണം. കാര്യം ഈ പറഞ്ഞ ഉണ്ടാക്കി കോടിന്ന് ഒരു കോടി എടുക്കാൻ തന്നെ ഒരു മനസ്സ് വേണമല്ലോ, അത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതൊരു പബ്ലിസിറ്റിയിലേക്ക് ഒരു പരിധിക്കുള്ളിൽ വരുമ്പോൾ തീർച്ചയായും ഈ ചോറ് ഇതിന് ആൾക്കാർക്ക് അതൊരു വല്ലാത്തൊരു വിഷമമാണ്. തീർച്ചയായും ബോച്ചെ അത് ഒഴിവാക്കണം. കൂടാണ്ട് ഇത് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കരുത് ബോച്ചെ. ചെറിയ പാളിച്ചുകൾ മതി, കൊണ്ടു നടക്കുമ്പോൾ തന്നെ വലിച്ചെറിയും. അതാണ് ഞാനടക്കമുള്ള മലയാളിയുടെ ഒരു ഇത്. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. ഇതൊക്കെ ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കേസുകൾ തന്നെയാണ്. ഉദാഹരണമായിട്ട് ഒരാളെ അയാളുടെ ഒരു മോചനമായിട്ട് ഇപ്പോഴും മോചിതനായിട്ടില്ല, അതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നുള്ളൂ. അദ്ദേഹം വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ സിനിമ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. ആ പൈസ കൊണ്ട് ചാരിറ്റിയുടെ ശ്രമങ്ങൾ തുടങ്ങി. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ബോച്ചയുടെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. 1 കോടി രൂപ അദ്ദേഹം ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപ. അത് എന്ന് പറഞ്ഞാൽ അതിലൂടെ അദ്ദേഹം പരസ്യം ചെയ്യലും അത് കണ്ടാൽ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ പ്രശസ്തനായ ഒരു പ്രമുഖനായ നടൻ ഒരു ബ്രാൻഡിന് വേണ്ടി 5 കോടി രൂപ ഒരു വർഷത്തേക്ക് ബ്രാൻഡ് അംബാസിഡർ 5 കോടി രൂപ. അതുകൊണ്ട് സമൂഹത്തിനൊരു ഗുണമൊന്നുമില്ല അല്ലേ? പക്ഷേ ഈ 1 കോടി രൂപ ഒരു പാവപ്പെട്ടവർ കൊടുത്തിട്ട് അദ്ദേഹം ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇറക്കുന്നതിൽ ഞാൻ അതിനകത്ത് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷെ അതൊരു ഓവറാവുന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് അലോസരമാണ്. കാര്യം ഈ പറഞ്ഞ ബോച്ചെ ടീ എന്ന് പറഞ്ഞ സാധനം മിഡിൽ ഈസ്റ്റിലുള്ള സാധനമാണ്, കേരളത്തിലെ കാര്യമായിട്ടില്ല. പലപ്പോഴും നേരത്തെയും പല ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ അവസാനം പുള്ളി പുള്ളിക്ക് അത് കൂസില്ല. പുള്ളി എന്താണെന്ന് പുള്ളി പലവും പറഞ്ഞിട്ടുണ്ട്. അവസാനം കൊണ്ടിട്ട് ഈ പരസ്യം ഇടും. ഏത് ബോച്ചയുടെ ടീ. അത് തന്നെ ലക്കി വിന്നർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ പേപ്പറിൽ ആ പേജാണ് അതിൻ്റെ പരസ്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നി ഒരു സൈഡിൽ അത് 10 ലക്ഷം കിട്ടിയ ഒരു ഇത് നടുക്കതേ റിയാസ്, മന്ത്രി റിയാസ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു. സൈഡിൽ ഇതേ അബ്ദുറഹീമിൻ്റെ ഇതിനായിട്ട് ഇതിൻ്റെ ഒരു സഹായം, ഇതിൻ്റെ ഒരു ഓഫീസ് പുള്ളിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ റഹീമിനെന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് ഒരുപാട് ഈ ചായപ്പൊടി വാങ്ങിക്കാനും അതിൻ്റെ പൈസ കിട്ടും ചെയ്യും ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനും ചാൻസ് ഉണ്ട്. കാര്യം ഈ ലോട്ടറിയുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ വന്ന് വല്ല കാല് വള്ളാത്തതോ കൈ വള്ളാത്തതോ അല്ലെങ്കിൽ വല്ലാതെ ഗതികെട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ചേട്ടാ ഒന്ന് സഹായിക്കേട്ടാ ജീവിക്കാൻ വേണ്ടിയെന്ന് പറയും. നമ്മളത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ സങ്കടം കൊണ്ട് ആ ലോട്ടറി എടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് തന്നെ പുള്ളി ഇതിനകത്ത് നോക്കണം. ഒരു ചാരിറ്റി, ഒരു സമാജത്തോടെ ചെയ്യുന്ന കാര്യമാണ് പുള്ളി. അത് നമ്മൾ ഒരുപാട് ഇങ്ങനെ അതിൻ്റെ പുറത്ത് നടക്കുമ്പോൾ സിനിമ പിടിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ സിനിമ പിടിക്കണം, മലയാളികൾ എന്തോരം സംഭവങ്ങൾ പിടിക്കണം, എത്ര സംഭവങ്ങൾ പിടിക്കണം. അത് വലിയ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നുണ്ട്. ഇതും വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ അതൊരു ബിസിനസ് സ്ട്രാറ്റജി ആക്കി എടുക്കുമ്പോൾ അത് കാണുന്നതിന് വല്ലാത്ത ആലോചന തോന്നും. തീർച്ചയായും ബോച്ചയുടെ പല കാര്യങ്ങളും നമുക്ക് എതിർപ്പുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നല്ലതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചാരിറ്റിയുടെ മറവിൽ തന്നെ നിങ്ങൾ പലതും ചെയ്യുമ്പോൾ അത് ചിലർ ഗുണം ചെയ്യുന്നുള്ളൂ. പക്ഷെ അതൊരു പരിധിക്കുള്ളിൽ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളെ വല്ലാത്ത ഒരു ഓവറാക്കി ചളമാക്കുന്നവർ. കാര്യം ബോച്ചയോടാണ് പറയുന്നത്, താങ്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ല രീതിയിലാവട്ടെ, സഹായമായ രീതിയിൽ കൂടെയുള്ള ആൾക്കാരെയും മറ്റുള്ളവർക്ക് ഉപകാരം രീതിയിലൊക്കെ ചെയ്യാം. കാരണം ഇങ്ങനെ ഇതിൽ കൂടുതൽ ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരൊന്നും ഒരു കൈ കൊടുത്ത മറുകൈ അറിയരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ അറിയണമെന്ന് മറ്റുള്ളവർക്ക് ഊർജ്ജമാണെന്ന് തെറ്റൊന്നുമില്ല. പക്ഷേ വീണ്ടും പറയുന്നു, ഓവറാക്കി ചളമാക്കരുത്. എൻ്റെ ഒരു അഭിപ്രായമാണ്.